ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ജനറലായിട്ട് എല്ലാവരുടെയും ലൈഫിൽ മാറ്റങ്ങളുണ്ടാകുക. അതായത് ഈ വരുന്ന 29-ാം തീയതി മാർച്ചിൽ നമ്മൾ സാറ്റേൺ പൈസസിലേക്ക് മാറുന്ന സമയമാണ്. ആ ഒരു മാറ്റം പലരെയും പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർച്ച് ഇയർ എൻഡിങ്ങിൽ വരുന്ന സോളാർ എക്ലിപ്സ് ഏറീസിലേക്ക് മാറുന്ന ഒത്തിരി മാറ്റങ്ങളുടെ സമയമാണ്. ഓൾറെഡി ഇതിനു മുമ്പുള്ള വീഡിയോസ് ഫോളോ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, കോൺസ്റ്റലേഷനിൽ ഒത്തിരി ചേഞ്ചസ് വരുന്ന സമയമാണ്. ഇപ്പോൾ ഒത്തിരി പ്ലാനറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു മാസത്തിൽ തന്നെയാണ് എങ്കിൽ മെർക്കുറി റെട്രോഗ്രേഡ് ടൈമാണ്, വീനസ് റെട്രോഗ്രേഡ്, അതേപോലെ മാർസിൻ്റെ എനർജി, അതേപോലെ ഒത്തിരി പ്ലാനറ്റ്സിൻ്റെ ചേഞ്ചസ് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജനറലായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാറ്റേൺ ഇൻ പൈസസ് സ്റ്റാർട്ടിങ് ഓൺ മാർച്ച് 29, 2025 ഈ വരുന്ന ഒരു 2.5-3 വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ജനറലി ഉള്ളൊരു റീഡിംഗ് ആണിത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി കണക്ഷൻസ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സ്പോർട്സ്, 4 ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നമ്മൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സാറ്റേൺ പൈസസിലേക്ക് മാറുന്ന സമയമാണ്. സാറ്റേണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ, സാറ്റേൺ എന്ന് പറഞ്ഞാൽ ശനി, കർമ്മത്തിൻ്റെ ദേവനാണ്. അതേപോലെ പൈസസ് എനർജി, പൈസസ് എന്ന് പറയുന്നത് മീനം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മീനം രാശി എന്ന് നമ്മൾ പറയും. സോഡിയാക് സൈൻ ബേസിസിൽ ഇംഗ്ലീഷിൽ നമ്മളിവിടെ സൈഡിറിയൽ ആസ്ട്രോളജിയാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാർസ് ആൻഡ് കൺസ്റ്റലേഷൻ ഉപയോഗിച്ചിട്ട് വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിലല്ല ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അതിലേക്ക് കടക്കുമ്പോൾ എനർജി, സാറ്റേണിൻ്റെ എനർജി സാറ്റേൺ പൈസസിലേക്ക് വരുന്ന സമയമാണ്. അപ്പം സാറ്റേണിൻ്റെ എനർജി അറിയാം എല്ലാവർക്കും. സാറ്റേൺ എന്ന് പറഞ്ഞത് കർമ്മത്തിൻ്റെ ദേവനാണ്. കർമ്മം, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് വ്യക്തമായിട്ടുള്ള കൃത്യതയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ് എങ്ങനെയാണ് അതിനെ വിധിക്കുന്നത് അതുപോലെ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ സാറ്റേണിൻ്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മം വ്യക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളുണ്ടാവും. പക്ഷേ ജനറൽ ആയിട്ടുള്ള പല ഫലങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ സാറ്റേണിൻ്റെ എനർജി പൈസസിലാകുന്ന ഈ സിറ്റുവേഷനിൽ പൈസസ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതായത് പൈസസിൻ്റെ എനർജി. അപ്പോൾ പൈസസ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് എനർജി, എല്ലാ ദയാദാക്ഷിണ്യം, കാരുണ്യം, ഹ്യൂമാനിറ്റിയുടെ ഒരു സമയമാണ്. അപ്പോൾ പൊതുവേ ലോകത്തിലുണ്ടാകുന്ന മാറ്റം പല തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും, പല രീതികളിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, സാറ്റേൺ പൈസസിലേക്ക് വരുന്ന സമയത്ത് തന്നെ രാഹുവിൻ്റെ മാറ്റമുണ്ട്. നോർത്ത് നോഡ് ചേഞ്ച് ആവുന്ന സമയമുണ്ട്. വീനസും വരുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റേണിൻ്റെ ഒരു മാറ്റം ഇതിലേക്ക് പൈസസിലേക്ക് വരുമ്പോൾ അതൊരു സ്ട്രോങ് എനർജിയാണ്. സ്ട്രിക്റ്റ് ടീച്ചർ, തകലതമാശകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് വീനസ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ശുക്രൻ്റെ എനർജി, ശുക്രൻ എന്ന് പറയുന്നത് ഒത്തിരി ഹാപ്പിനെസ്, ലക്ഷറി, സന്തോഷം, ഇഷ്ടമുള്ള കാര്യങ്ങളും എന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാറ്റേണും രാഹുവും വരുന്ന കുറച്ച് ഷാർപ്പായിട്ടുള്ള എനർജിയാണ്. കർമ്മത്തിൻ്റേതായിട്ടുള്ള സാഹചര്യം, പുതിയ ന്യൂസ്, പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അതേപോലെ ജൂലൈയിലേക്ക് വരുമ്പോൾ പിന്നീട് സാറ്റേണിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും റെവല്യൂഷനാണ്, മാറ്റങ്ങൾ വരുന്ന ലോകത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ പൈസസ് ഡോമിനേറ്റ് ചെയ്തതുകൊണ്ട് ലോകത്തിൽ പൊതുവെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, ആളുകൾ മൊത്തത്തിൽ എല്ലാവരും കുറച്ച് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാറ്റേണിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ പൈസസ് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷനാണ്. എല്ലാവരും പൈസസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹവും കാരുണ്യവും ഒക്കെ കൂടുതലായിട്ട് കാണുന്നു. സാറ്റേണിൻ്റെ എനർജി വളരെ വ്യക്തമായിട്ടുള്ളൊരു മോറൽ നിങ്ങൾക്കുണ്ട്. ഹൈ മോറൽസ് ആണ്, ഡിസിപ്ലിനാണ്, ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് അടുക്കും ചിട്ടയും കർമ്മങ്ങൾ അതിനനുസരിച്ച് വ്യക്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സാറ്റേൺ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റേൺ നമ്മൾ പല
രണ്ട് സൈഡാണ്. അപ്പോൾ സാറ്റർൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ വെൽത്ത്, സമ്പത്തിനെയും സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിട്ടും ബന്ധമുണ്ട്, കർമ്മമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നല്ല കർമ്മങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫലം, ചീത്ത കർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഇപ്പോൾ ശനി ഇപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ഇൻ 2nd ഹൗസിലാണെങ്കിൽ സാമ്പത്തികം കുറച്ച് പുറകോട്ടേക്കായിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് ജനറലി ഹെൽത്ത്, അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ഫ്ലഡും അതുപോലുള്ള കാര്യങ്ങൾ വലിയൊരു രീതിയിലേക്കൊന്നും ബാധിക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഹീലിങ്ങിൻ്റെ സമയമാണ് ഈ ഒരു സമയം. സാറ്റേണും പൈസസും ചേർന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താം. അതേപോലെ തന്നെ ഏറ്റവും എത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആവും അത്രത്തോളം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം പല ആളുകളിലും. പിന്നെ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. കൃഷി കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിൽ തെറ്റില്ലാതെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുക കർമ്മം കൊണ്ടിട്ട് എന്നുള്ള രീതിയിലാണ്. നല്ല നല്ല സാഹചര്യങ്ങളും വരുന്ന ഒരു സമയമാണ് മുമ്പോട്ടേക്ക് വരുന്നത്. മാർസ് ക്യാൻസറിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ തന്നെ ജൂപ്പിറ്റർ ടോറസ് എനർജി കണക്ഷൻസ് വരുമ്പോൾ ഹാർമണി, തൃപ്തിയും സന്തോഷവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമെന്ന് പറയാം. അപ്പോൾ സാറ്റേണിൻ്റെ എനർജി കൊണ്ടുകൊണ്ടത് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, പക്ഷേ ലിമിറ്റേഷൻസ് ആണത്. ലിമിറ്റേഷൻസ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മം കൃത്യമായിട്ട് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുന്ന ശീലമാക്കുകയും വ്യക്തമായിട്ടൊരു അടുക്കും ചിട്ടയും വയ്ക്കുന്നത്, ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, മറ്റുള്ളവരോട് ദയാദാക്ഷിണ്യം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹൈ മോറൽസ്, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നിനും കൂട്ടുനിൽക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ദയാദാക്ഷിണ്യം മറ്റുള്ളവരോട് കാണിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലിമിറ്റേഷൻസ്, നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഹുവിൻ്റെ എനർജി ഉണ്ട്, ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള മാറ്റങ്ങൾ വരാൻ. വീനസിൻ്റെ എനർജി ഇപ്പോൾ തുടക്കത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പോസിറ്റിവിറ്റിയും ഒരു ഒക്കെ ഉണ്ട്. എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ ബാധിക്കാതെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള ഒരു എനർജി. വളരെ പോസിറ്റീവ് സെലിബ്രേഷൻസ് ഉണ്ടാവാം, വലിയൊരു ഉയർന്ന പൊസിഷനിലേക്ക് പോവാം, സാമ്പത്തികമായിട്ടൊക്കെ ഉയരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഓരോരുത്തരുടെ സാഹചര്യം, പൈസസ് എനർജിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ, പൈസസ് കണക്ഷൻസും. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു എനർജി പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു നിങ്ങളുടെ 10ാം ഭാവത്തിൽ എന്താണ് എന്നുള്ളതൊരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ, നമ്മുടെ 10th ഹൗസ് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ 10th ഹൗസ് ഓരോരുത്തരുടെയും ഏത് ഭാവമാണ് 10th ഹൗസ് സൂചിപ്പിക്കുന്നത്. അതായത് ഫെയിം, പ്രൊമോഷൻ, ജോലി സംബന്ധമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരാൻ ഉള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. അതേപോലെ ക്യാൻസർ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് വരുമ്പോൾ മാർസ്, അതായത് മാർസും ക്യാൻസർ കണക്ഷൻസ് ഒരു ട്രൈൻ വരുന്നുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഗുഡ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാർച്ചിൻ്റെ എനർജിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, ചൊവ്വയുടെ സ്ഥാനം എവിടെയാണെന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എന്ത് കാര്യത്തിലാണോ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ
ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ജനറൽ രാഹുവിൻ്റേതായിട്ടുള്ള മെയിൻലി എനർജി കണക്ഷൻസ് ആണ് ഉള്ളത്. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. രാഹു കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു സിറ്റുവേഷൻ എനർജി ഉള്ളതുകൊണ്ടും സാറ്റേണിൻ്റെ എനർജിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇത് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നമ്മൾ അസ്ട്രോളജി അധികം ആളുകൾ അസ്ട്രോളജിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടാരറ്റാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മൾ അസ്ട്രോളജി അധികം ചെയ്യാറില്ല. എന്നിരുന്നാലും ജനറലായിട്ട് ഇപ്പോഴത്തെ സമയം പറഞ്ഞതാണ് മാർച്ച് അവസാനത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.